ഹായ് ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നല്ലൊരു അടിപൊളി ഫേഷ്യലാണ്. അതായത് നമ്മുടെ കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള സൂപ്പർ ഫേഷ്യലാണ് കേട്ടോ. നമ്മുടെ പുറത്തൊന്നും പോവാൻ പറ്റാത്തവരുണ്ടാവും, ബ്യൂട്ടി പാർലറിൽ പോവാൻ പറ്റാത്തവരുണ്ടാവും, സമയം പാർലറിൽ പോയി ചെയ്യാൻ സമയമില്ലാത്തവരുണ്ടാവും. അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല കളറ് നമ്മുടെ മുഖത്തൊരു ഗ്ലോ വരുന്ന ഒരു ഫേഷ്യലാണിത് കേട്ടോ. സ്കിന്ന് എപ്പോഴും നമ്മള് കാപ്പിപ്പൊടി ഉപയോഗിച്ച് സാധാരണ പാക്ക് ഇടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല മാറ്റം നമ്മുടെ സ്കിന്നിന് വരുമല്ലേ. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കാപ്പിപ്പൊടിയിൽ ഒത്തിരി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ട് ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് 35 വയസ്സിന് ശേഷമുള്ള മുഖത്ത് കറുത്ത ചെറിയ ചെറിയ കുത്തുകൾ ഉണ്ടാവാറുണ്ട് പല സ്ത്രീകൾക്കും. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് കുത്തുകളൊക്കെ ഈ കാപ്പിപ്പൊടി ഉപയോഗിച്ച് നമ്മളെ ഫേഷ്യലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഡിമ്മായിട്ട് നമുക്ക് അങ്ങനെ ഒരു കുത്ത് മുഖത്തുണ്ടെന്നേ തോന്നൂല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാല് നിങ്ങൾ കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വേറെ പ്രത്യേകിച്ചിട്ട് ഒരുപാട് പൈസയുടെ സാധനങ്ങളൊന്നും വേണ്ട. നമ്മൾ നാച്ചുറൽ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഫേഷ്യൽ ചെയ്യാനും നമ്മുടെ സൗന്ദര്യം നിലനിർത്താനും ശ്രമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്കറിയാം ഫേഷ്യലിന് 4 സ്റ്റെപ്പാണ് ഉള്ളത്. 5 സ്റ്റെപ്പാണ് ഉള്ളത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണ്. ആദ്യം നമ്മുടെ മുഖത്തുള്ള അഴുക്കൊക്കെ കളയാനാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത്. അപ്പൊ ക്ലെൻസ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാല് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു അര സ്പൂണ് കോഫി പൗഡർ ഇടുക. കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ 2 തരം കോഫി പൗഡർ നമുക്ക് കിട്ടും. ഒന്ന് നന്നായിട്ട് പൊടിച്ചതും, അതായത് നന്നായി പേസ്റ്റ് പരുവത്തിലിടുക. നമ്മളെ പാലിൽ മിക്സ് ചെയ്യുമ്പോൾ പേസ്റ്റ് പരുവമുള്ളതും അല്ലാണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തരിയുള്ളതുമായിട്ടുള്ള 2 തരം കോഫി പൗഡർ നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ അതില് ഈ നൈസായിട്ടുള്ള പൊടി ഇട്ടിട്ട് വേണം നമ്മൾ ക്ലെൻസ് ചെയ്യാൻ. മസാജിനും ഈ നൈസായിട്ടുള്ള കോഫി പൗഡർ തന്നെ ഉപയോഗിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ പാലില് ഈ അര സ്പൂണ് കോഫി പൗഡർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്നുകിൽ കോട്ടൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോട്ടൺ തുണി ഉണ്ടാവുമല്ലോ എന്തായാലും വീട്ടിൽ, അതിന്റെ ഒരു കഷ്ണം തുണി എടുത്തിട്ട് അതുകൊണ്ടോ മുഖത്ത് നന്നായിട്ട് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കോട്ടൺ വെച്ചിട്ട് നന്നായി തുടച്ചെടുക്കുക. നന്നായി തുടച്ചെടുക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള എല്ലാ അഴുക്കുകളും അതിലൂടെ പുറത്തേക്ക് പോകും കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാല് ഫേഷ്യലിന്റെ 2ാമത്തെ സ്റ്റെപ്പായ സ്ക്രബാണ്. നമ്മൾ ഏത് ഫേഷ്യൽ മുഖത്ത് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താഴേന്ന് മുകളിലോട്ട് വേണം മസാജ് ചെയ്യാൻ കേട്ടോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മുഖം വെലിഞ്ഞു തൂങ്ങാൻ വേഗം തന്നെ വെലിഞ്ഞു തൂങ്ങും. പ്രായമാകുന്നതിനേക്കാളും മുന്നേ തന്നെ മുഖത്ത് ഇങ്ങനെ സ്കിന്ന് തൂങ്ങിക്കിടക്കും നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് തരിതരിപ്പുള്ള കാപ്പിപ്പൊടി എടുക്കുക. അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക കുറച്ച്, അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ സൂപ്പറാണ് നമ്മുടെ ഫേസ് മസാജിനൊക്കെ കേട്ടോ. അപ്പോൾ കോക്കനട്ട് ഓയിൽ അതായത് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അല്ലാണ്ട് നമ്മുടെ കുക്കിംഗ് ഓയിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്തിട്ട് കഴുകി എടുക്കുക. അല്ലെങ്കിൽ സ്പോഞ്ച് ഉണ്ടെങ്കിൽ ആ സ്പോഞ്ച് വെച്ച് തണുത്ത വെള്ളത്തിൽ മുഖം തുടച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മസാജാണ്. നമ്മുടെ ഫേസിൽ മസാജാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫേഷ്യലിന് ചെയ്യേണ്ടത്. അതായത് ഒരു 3/4 മണിക്കൂറെങ്കിലും നമ്മൾ മസാജ് കൊടുക്കണം. ശരിക്ക് മസാജ് ഫേഷ്യൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മള് 35 വയസ്സിന് ശേഷം നമ്മുടെ എല്ലാവരുടെ ഫേസിലും ഒത്തിരി ബ്ലാക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ വരും അല്ലെ, റിങ്കിൾസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. അത് ഒരു പരിധി വരെ ഈ ഫേഷ്യൽ നമ്മൾ ഏത് ഫേഷ്യൽ ചെയ്താലും നമ്മളെ മുഖത്ത് മസാജ് ചെയ്യുമ്പോൾ നമ്മളെ മുഖത്ത് രക്തഓട്ടം വർദ്ധിക്കുകയും ഈ ഒരു
എന്താ ഡാർക്ക്നെസ് ഒക്കെ കുറയുകയും ചുളിവുകൾ കുറയും എല്ലാം കുറഞ്ഞ് നല്ല മുഖം നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിനാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യേണ്ടത്. ഇനി ഫേഷ്യലിന്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് അറിയേണ്ടവരെന്നോട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫേഷ്യലിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മളെ മുഖത്ത് ഫേഷ്യൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ മസാജ് ചെയ്യാൻ ആവശ്യമുള്ളത് നമ്മുടെ കോഫി പൗഡറും ഹണിയും കോക്കനട്ട് ഓയിലും, ഇത് മൂന്നും കൂടി നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക. മുകളിൽ നിന്ന് താഴേന്ന് മുകളിലോട്ട് വേണം റൗണ്ടിൽ നമ്മൾ മസാജ് ചെയ്യാൻ. അതിനുശേഷം നമ്മുടെ ഇതാ ഇവിടെ 2 സൈഡിൽ ഇങ്ങനെ S&8 എന്ന ഫോമിൽ മസാജ് ചെയ്യുക. അതിനുശേഷം ചുണ്ടിൽ ഇതാ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം, ക്ലോക്ക് ആൻഡ് ആന്റി ക്ലോക്ക് വൈസിൽ. അതിനുശേഷം നോസിൽ ഈ 2 വിരൽ വെച്ചിട്ട് നോസിൽ മസാജ് ചെയ്യുക. ശേഷം നമ്മുടെ ഫോർഹെഡിലും കൂടി മസാജ് കൊടുത്ത് നന്നായി മസാജ്, നമുക്ക് പറ്റുന്നത്ര നമ്മൾ മസാജ് ചെയ്യുക. 2 കണ്ണിലും ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ S&8 ഫോമിൽ മസാജ് ചെയ്യുക. അത് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിന് എപ്പോഴും നമ്മൾ മോതിര വിരൽ വെച്ചിട്ട് വേണം മസാജ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് മസാജിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾ മുഖത്ത് മസാജ് ക്രീം ഇട്ടിട്ട് മസാജ് ചെയ്യണം. അത് നമ്മളെ മുഖത്തിന് ഈ ഗ്ലോവും വരും. പിന്നെ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറയുകയും ചെയ്യും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ മസാജ് എന്ന് പറയുമ്പോൾ മസാജ് കറക്റ്റ് സമയം നമ്മൾ ഒരു 15 മിനിറ്റ് വരെ എങ്കിലും നമ്മൾ മസാജ് കൊടുത്തിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ജെല്ലാണ് സാധാരണ മുഖത്തിടാറ്. ഇവിടെ നമ്മൾ ഇടുന്നത് എന്ന് പറഞ്ഞാൽ അലോവേര, വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ അതിന്റെ കുറച്ച് പൾപ്പ് എടുക്കുക. അതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കുറച്ച് ഗ്ലിസറിനും തേനും ഉണ്ടെങ്കിൽ തേനും കൂടി ആഡ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ഒരു പാർലറിൽ പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 1000 രൂപ 1500 രൂപയെങ്കിലും വേണം നല്ലൊരു ഫേഷ്യലിന് അല്ലേ. അപ്പൊ ഇത് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ, ഒരു തേനില്ലെങ്കിൽ ഒരു തേന് 10-50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ ബോട്ടിൽ തേൻ കിട്ടുമല്ലേ. അത് ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട്, അതായത് നമ്മുടെ കോഫി പൗഡറും ഹണിയും ഓയിലും വെച്ചിട്ടുള്ള ഈ ഒരു ക്രീം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ്, ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റ്, കൂടുതലാണെങ്കിൽ ഒരു 3/4 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിട്ട് മസാജ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് സമയമില്ലാത്തവരാണെങ്കിൽ ഒരു 15 മിനിറ്റ് ആണ് കറക്റ്റ് സമയം. പിന്നെ നമ്മൾ മസാജ് കൊടുക്കുന്നത്ര നമുക്ക് സമയം എടുത്താൽ പ്രശ്നമില്ല. നമ്മുടെ മുഖത്ത് എത്ര കണ്ട് മസാജ് ചെയ്യുന്നോ അത്ര കണ്ട് മുഖത്ത് നല്ലതാണ്. പിന്നെ ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ മുഖത്ത് എത്ര നേരം വെക്കുന്നതിലും തെറ്റില്ല. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ജെല്ലിന് ഈ അലോവേര ജെല്ലും ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് അത് കഴുകി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നമ്മളെ മുഖത്ത് തന്നെ അബ്സോർബ് ആയിക്കോട്ടെ. അത് നമുക്ക് മുഖത്തിന് ഒരു ദോഷവും വരുത്തുന്നില്ല. അതിനുശേഷം നമുക്ക് ഇടേണ്ടത് പാക്കാണ്, അറിയാലോ. പാക്കിന് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് തൈരും ഒരു സ്പൂണ് തൈരിലേക്ക് 1 സ്പൂണ് നമ്മുടെ കോഫി പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പിന്നെ അതിലേക്ക് അലോവേര ജെല്ല് ഉണ്ടെങ്കിൽ അലോവേര ജെല്ല് കുറച്ചിടുക. പിന്നെ കുറച്ച് ടൊമാറ്റോ നീരോ ടൊമാറ്റോ പൾപ്പോ അത് നിങ്ങളെ സൗകര്യം പോലെ എടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ് തേച്ച് പിടിക്കുമ്പോഴേക്ക് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി വരുന്നുണ്ടാവും. ഉണങ്ങി വരുമ്പോൾ നമ്മൾ ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ നമ്മൾ കഴുകി കളയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട്, തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ തൊട്ട് മുഖമെല്ലാം ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം മുഖത്തൊരു ചെറിയ മസാജ് കൊടുത്തിട്ട് വേണം നമ്മൾ പാക്ക് കഴുകിക്കളയാൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ പാക്ക് കഴുകിക്കളയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയി മുഖം കഴുകുന്നതിനേക്കാളും ഗുണം നമ്മളിങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം
കഴുകി കളയുമ്പോഴാണ്. അപ്പോൾ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് അത് ചെയ്ത സമയം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് ഫീൽ ചെയ്യും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കാപ്പിപ്പൊടിയിൽ തന്നെ നമുക്ക് ഒത്തിരി പാക്കുകൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ കാപ്പിപ്പൊടി കൊണ്ട് ഇങ്ങനെ പാക്ക് ഉണ്ടാക്കി നിങ്ങൾ തേച്ച് നോക്കും, മുഖത്ത് നല്ല ചേഞ്ച് വരും. എത്ര കറുത്തിട്ടുള്ളവരാണെങ്കിലും ഈ കാപ്പിപ്പൊടി വെച്ചിട്ട് പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ സ്കിന്നിൽ നല്ല മാറ്റം വരുന്നു. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എന്റെ മുത്തുമണികൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് കമന്റിൽ പറയുകയും വേണം. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ എല്ലാവർക്കും ബൈ.